ഈ മാധ്യമ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ കേരളത്തിലെ മാധ്യമ മേഖലയിലെ അതിപ്രഗത്ഭരായ പാനലിസ്റ്റുകളെ, COA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, വിജയകൃഷ്ണൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, COAയുടെ മിക്ക ചടങ്ങുകളും, പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട്, ഒരു സംവാദമായിട്ട് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംവാദം നടക്കുന്ന ഒരു മേഖല മാധ്യമങ്ങളാണെന്ന് പറയാം. മലയാളിയുടെ ഒരു ഇഷ്ട വിഷയമാണ് മാധ്യമങ്ങൾ. വളരെ ഹോട്ട് ഡിബേറ്റിലും അതിൽ നേതൃത്വം കൊടുക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ മുഖം ഏറ്റവും പ്രിയപ്പെട്ടതായി മലയാളി എന്നും ചെറിഷ് ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള ഒരു സമൂഹമാണ് മലയാളികൾ എന്ന് പറയാം. കേരളത്തിൽ ജീവിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ട് ആശയവിനിമയത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ മുഖ്യമാണ്. അത് നിർവഹിക്കുന്ന മാധ്യമങ്ങളാണ് മലയാളികളെ കണ്ണി ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരള പത്രങ്ങൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനൽ, നമ്മളെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ചാനലുകളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. 7 പ്രമുഖ വാർത്താ ചാനലുകൾ നമുക്കുണ്ട്. കുറേ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഒരു പഞ്ചായത്തിൽ 5, 6 എന്ന വിധത്തിലൊക്കെ ഒരു പക്ഷേ അതിൽ കൂടുതൽ ഓൺലൈൻ ചാനലുകൾ ഇപ്പോഴുണ്ട്. അങ്ങനെ പൊതുവെ പറയുമ്പം ഒരു മീഡിയ സെൻട്രിക് സൊസൈറ്റി എന്ന് കേരളത്തെ വിളിക്കാം. എന്തും മീഡിയയിൽ കണ്ടാലേ മലയാളിക്ക് മനസ്സിലാവുള്ളൂ. ഒരു സംഭവം നടന്നാൽ അത് പത്രത്തിൽ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ടെലിവിഷനിൽ വന്നില്ലല്ലോ, അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് കരുതുന്നൊരു സമൂഹമാണ് നമ്മൾ. ആ ഒരു സാഹചര്യത്തിൽ വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചർച്ച എപ്പോഴും കേരളത്തിൽ പ്രസക്തമാണ്. അത് നടത്താൻ ഏറ്റവും യോഗ്യതയുള്ളതും COAയ്ക്കാണ്. കാരണം കേരളത്തിൽ COA, അതുകൊണ്ട് തീർച്ചയായിട്ടും COAയ്ക്ക് ഇത്തരം ഒരു സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നതിലും ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നതിലും അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നമ്മുടെ ടോപ്പിക് തന്നെ മാധ്യമങ്ങൾക്കെതിരെ ഒരു വിരൽ ചൂണ്ടലാണ്. സമകാലീന ലോകാവസ്ഥയിൽ ലോകമെങ്ങുള്ള ലിബറലായിട്ടുള്ള എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കപ്പെടുകയും ഒരു റൈറ്റ് വിങ് ചിന്തയും രാഷ്ട്രീയവും ലോകമെങ്ങും പിടിമുടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയും അതിൻ്റെ ഒരു മെയിൻ സ്ട്രീമിൽ തന്നെ നിലനിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ സമകാലീനമായ അവസ്ഥകളും അനുഭവങ്ങളും മാധ്യമരംഗത്താണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയ അനുഭവങ്ങളെക്കുറിച്ചാലും നിലനിന്ന എല്ലാ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഇന്ത്യൻ ജീവിതാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാതരം സമ്മർദ്ദങ്ങളും മാധ്യമങ്ങളുടെ മുകളിൽ ഇപ്പോൾ വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. സർക്കാരിൻ്റേതാവാം, കോർപ്പറേറ്റുകളുടേതാവാം, മതവർഗീയ ശക്തികളുടേതാവാം, മറ്റെല്ലാ സമ്മർദ്ദ ചിന്തകളുടെയും ഗൂഢ പദ്ധതികളുടെയും ഒക്കെ ആവാം
ഈ മാധ്യമങ്ങളെ ഞെരുക്കി എടുക്കുക, മാധ്യമങ്ങളെ പൂർണ്ണമായും മെരുക്കി സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു പ്രവണത എല്ലാ മേഖലകളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ 1, 2, 3 ആയിട്ട് ഉദാഹരണങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ മനസ്സിൽ നമ്മളെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാഴ്ചക്കാർക്ക് സോഷ്യൽ മീഡിയ പോലും നമ്മൾ ഈ അടുത്ത സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്കെതിരെ ആക്രമണം ഉയരുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയ നിരന്തരം ഉപയോഗിക്കുകയും സ്വന്തമായിട്ടുള്ള ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും ആരംഭിക്കുകയും ഒപ്പം സോഷ്യൽ മീഡിയ വാർ റൂമുകൾ സൃഷ്ടിക്കുകയും രാപകൽ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം എല്ലാ സമ്പർദ്ദ ഗ്രൂപ്പുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മത സാമുദായിക സംഘടനകൾക്കും ഒക്കെ ഇന്ന് ഉണ്ട്. അവരോട് കൂടിയാണ് കേരളത്തിലെ പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഉൾപ്പെടുന്ന ഔദ്യോഗിക മാധ്യമങ്ങൾ, നമ്മൾ എന്താ പറയുക, ലെഗസി മീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ, ആധികാരികമായ മാധ്യമങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അന്തരീക്ഷത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് സമകാലീന സംഭവങ്ങൾ നമുക്ക് ഇവിടെയുണ്ട്. ലോകത്ത് മാധ്യമങ്ങളുടെ ഒരു ഇൻഡെക്സ് എടുത്താൽ ഇന്ത്യ അതിൽ നിൽക്കുന്ന 161 സ്ഥാനത്താണ്. പുതിയ ഇൻഡെക്സിൽ 161 സ്ഥാനമാണ് പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ നിലനിൽക്കുന്നത്. നമുക്ക് മുന്നിലാണ് അഫ്ഗാനിസ്ഥാൻ പോലും. 180 രാജ്യങ്ങളിൽ 161 സ്ഥാനത്താണ് നമ്മൾ ഉള്ളത്. സ്ഥിരമായി അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ ഈ കൊല്ലപ്പെടുന്ന ജേർണലിസ്റ്റുകളുടെ എണ്ണം, പത്രക്കാർക്കും പത്ര എഡിറ്റർമാർക്കും എതിരെയുള്ള കേസുകളുടെയും നിയമ നടപടികളുടെ എണ്ണം, പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, റിപ്പോർട്ടിങ്ങിലും മാധ്യമപ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ, മറ്റു സമ്മർദ്ദങ്ങൾ എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഈ ഇൻഡെക്സിൽ പിന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 26 വർഷം കൊണ്ട് 50ഓളം മാധ്യമ പ്രവർത്തകരാണ് ഗൗരി ലങ്കേഷ് ഉൾപ്പെടെ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. നമുക്കറിയാം. മൊത്തം ഈ ഒരു ഇൻഡെക്സിനെ കുറിച്ചും ആഗോളതലത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളുടെ വിലയിരുത്തലിനെക്കുറിച്ചും സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ത്യൻ ഇമേജ്, ലോകമെങ്ങുള്ള ഇന്ത്യൻ ഇമേജ് തകർക്കാനുള്ള ശ്രമമാണ് ഇത് എന്ന് സർക്കാർ നിരന്തരമായി നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലോ BBC ആണെങ്കിലോ അൽ ജസീറ, വാഷിങ്ടൺ പോസ്റ്റ് പോലെ ഉള്ള ആഗോളതലത്തിലെ പ്രമുഖ പത്രങ്ങൾ, മാധ്യമങ്ങൾ ഇന്ത്യയെ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്തരം റേറ്റിംഗ്സിൽ ഇന്ത്യ പിന്നോട്ട് പോകുന്നത് എന്ന് ആണ് ഔദ്യോഗികമായ ഭാഷ്യം നമുക്ക് കിട്ടുന്നത്. എന്തായിരുന്നാലും ഇതൊരു വസ്തുതയാണ്. മാധ്യമപ്രവർത്തനം അപകടകരമായ ഒന്നായിട്ട് ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുത മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല പൊതു സമൂഹത്തിനും പ്രേക്ഷകർക്കും വായനക്കാർക്കും ഒക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ അവസാനം നമ്മുടെ നരേന്ദ്രമോദി അമേരിക്കൻ വിസിറ്റിൽ അവിടെ വാഷിങ്ടൺ പോസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യ അണ്ടർ അറ്റാക്ക്, ഇന്ത്യ ഒരു അപകടകരമായ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു 4 പേജ് പരസ്യമാണ് അവിടെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമായിട്ട് വന്നത്. റിപ്പോർട്ടേഴ്സിന് വേണ്ടി, ലോകമെങ്ങുള്ള റിപ്പോർട്ടേഴ്സിന് വേണ്ടി നിലനിൽക്കുകയും റിപ്പോർട്ടേഴ്സിൻ്റെ താല്പര്യങ്ങളും അവരെ സുരക്ഷയും എല്ലാം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു ആഗോള സംഘടനയാണ് ഈ പരസ്യം അവിടെ ഈ വാഷിങ്ടൺ പോസ്റ്റിൽ ഇട്ടത്. അതിനെ തുടർന്ന് വലിയ ചർച്ചകളുണ്ടാവുകയും മോഡിയുടെ അവിടെ നടന്ന പ്രസ് കോൺഫറൻസിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നമ്മളറിയാം, നിങ്ങൾ കണ്ടതാണ്. അത് ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇവൻ്റായി മാറുകയുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള സെൻസർഷിപ്പുകൾ, അറിഞ്ഞോ അറിയാതെയുള്ള സെൻസർഷിപ്പുകളും നിയന്ത്രണങ്ങളും കൊണ്ട് വിലക്കപ്പെടുന്ന, ഇത് പുതിയതാണോ എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും വരും.
അല്ല, നമുക്കിതിനു മുമ്പുള്ളൊരു അനുഭവമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രഖ്യാപിതമായി തന്നെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് അനുഭവിച്ചതാണ്. 1975 അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഒരു വിധിയെ മറികടക്കാൻ വേണ്ടി ഓവർനൈറ്റ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കുകയും സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തൊരു കാലം, ഒരു അനുഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണത്. ആദ്യമൊക്കെ വലിയ രീതിയിലാണ് ഇന്ത്യൻ മീഡിയ അതിനെ ചെറുത്ത് നിന്നത്. പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ വളരെ ശക്തമായി അതിനെ എതിർത്ത് നിൽക്കുകയായിരുന്നു ഉണ്ടായത്. ഒരുപാട് 100-300ഓളം മാധ്യമ പത്ര പ്രവർത്തകർ അന്ന് അറസ്റ്റിലായി. അന്ന് പത്രമാണ് കൂടുതൽ സജീവമായിട്ടുള്ള പത്രപ്രവർത്തകർ അന്ന് അറസ്റ്റിലാവുന്നുണ്ട്. വിദേശികളായ പ്രമുഖ പത്രക്കാരൊക്കെ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പത്രക്കാരുടെ ഒരുപാട് അക്രഡിറ്റേഷൻ റദ്ദാക്കി. വിവിധ പത്രങ്ങൾക്ക് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ പരസ്യങ്ങളും നിയന്ത്രിച്ചു, ഇല്ലാതാക്കി. ഇങ്ങനെ മൊത്തത്തിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അസാധ്യമായ ഒരു അവസ്ഥയാണ് അക്കാലത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടായി. ആ ഒരു കാലത്തും ഇതിനെ മുഴുവൻ അംഗീകരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരും ഇന്ത്യയിലുണ്ടായിരുന്നു. ഒരു വിഭാഗം പത്രക്കാർ ഈ ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയും നിയന്ത്രണങ്ങളെയും അനുകൂലിക്കുന്ന പത്രക്കാർ പോലും അക്കാലത്ത് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. അതിലൊരാൾ നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ് ഇല്ലിസ്ട്രേറ്റഡ് വീക്കിലി പത്രാധിപരായിരുന്ന ഖുർഷദ് സിംഗിനെ കുറിച്ച്. തീർച്ചയായിട്ടും അന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ ഒരു ഭാഗത്ത് JP മൂവ്മെൻറ്റൊക്കെ ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തിലെയും നിലനിർത്താൻ വേണ്ടി നിർബന്ധമായിട്ടും അടിയന്തരാവസ്ഥ അനിവാര്യമായിരുന്നു എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു മാധ്യമ വിഭാഗവും അക്കാലത്തുണ്ടായിരുന്നു. നമ്മുടെ LK അദ്വാനിയുടെ ഒരു പ്രസിദ്ധമായൊരു കോട്ടിന് സ്ഥിരം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ കോട്ട് ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പത്രക്കാർ ഇന്ദിരാഗാന്ധി മുട്ടിലിരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിൽ ഇരിക്കുക മാത്രമല്ല, അവർ നിലത്ത് കിടന്ന് ഇഴയുകയായിരുന്നു. അത്രയും അടിമത്ത ഭാവം കാണിക്കുകയും എങ്ങനെയാണോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പത്രമാരണ നിയമങ്ങൾ മുന്നോട്ട് വന്നത് അതിന് മുഴുവൻ കൂടെ നിൽക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന, അടങ്ങിയിരുന്ന് അനുസരിച്ച ഒരു ഇന്ത്യൻ പത്ര ലോകത്തെയായിരുന്നു അടിയന്തരാവസ്ഥ നമുക്ക് കാട്ടിത്തന്നത്. പിന്നീട് അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുതിയ ജനതാ മൂവ്മെൻറ്റ് വരികയും പുതിയ ഇലക്ഷൻ നടക്കുകയും ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ജനത പുറത്താക്കുകയും ചെയ്തു. പിന്നീട് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ പിന്നീടുള്ള പല അനുഭവങ്ങളിൽ അവർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്താപത്തോടു കൂടി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന പല അനുഭവങ്ങളും പല ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അറിഞ്ഞും അറിയാതെയും വളരെ സാവധാനം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം, നമ്മുടെ ആധികാരികമായിട്ടുള്ള സ്വേച്ഛാപരമായിട്ടുള്ള അധികാരത്തിൻ്റെ പ്രയോഗം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഇങ്ങനെ ലോകമെങ്ങുള്ള ഇത്തരം ഒരു നിയന്ത്രണങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വളരെ ശക്തമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. നമുക്കെതിരെയുള്ള ഏത് ഒരു വ്യക്തിയും ഒരു പാർട്ടിയും ഒരു ജാതിയും ഒരു മതവും വിചാരിക്കുന്നത് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വാർത്തകളും അടച്ചുമൂടപ്പെടേണ്ടതാണ്. അത് പുറത്തു വരാൻ പാടില്ല. നമുക്ക് ഹിതമായത് മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ എന്ന ഒരു വിശ്വാസത്തിലാണ് എല്ലാ അധികാരവും ശക്തികളും ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് നമ്മളെ മാധ്യമങ്ങളെയും ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷ, രാജ്യദ്രോഹം എന്ന് വെച്ച് നോക്കുമ്പോൾ പല കേസുകളായിട്ട് നമ്മളെ സമീപകാലത്തെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസുകളും അവർ ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ സിദ്ദിഖാപ്പൻ്റെ ഇഷ്യൂവിലാണെങ്കിലും ഇത്തരം ഒരുപാട് രാജ്യദ്രോഹ കുറ്റം ചുമർത്തി അറസ്റ്റിലായ ഒരുപാട് കേസുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മളെ മലയാളിയായ പ്രസിദ്ധമായ മാധ്യമ പ്രവർത്തകൻ ശശികുമാറാണ്. ഒപ്പം തന്നെ അതുപോലെ ചെറുത്തുനിൽപ്പിൻ്റെ കോടതികളുടെയും നിയമപരവും മറ്റു രീതിയിലുള്ള ചെറുത്തുനിൽപ്പും വളരെ ശക്തമായിട്ട് മാധ്യമ മേഖലയിൽ നിന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം BBC നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2 ദിവസം തന്നെ ആ
ടെലികാസ്റ്റ് നിരോധിക്കുകയും BBC എന്ന വിദേശ മാധ്യമ സ്ഥാപനം അടുത്ത കുറച്ച് നാളുകളായിട്ട് കടന്നുപോയ ഒരുപാട് നിയമ പ്രശ്നങ്ങളും റെയ്ഡുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് തീർച്ചയായും ഭീഷണികളുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എല്ലാ മാധ്യമങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അന്തരീക്ഷം. NDTVൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യൻ ടെലിവിഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പതാകയായി ഉയർന്നു വന്ന NDTV, മാതൃകയായിട്ട് എല്ലാ ഭാഷാ സമൂഹങ്ങളിലും ടെലിവിഷൻ്റെ ഒരു മാതൃക സ്ഥാപിച്ച NDTV, അത് പ്രണോയ് റോയുടെയും രാധിക റോയുടെയും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതും എല്ലാത്തരം ഏജൻസികളും CBI മറ്റു നിയമ ഗണിത ടാക്സ് സംവിധാനങ്ങളും മുഴുവൻ അവരെ ഹോണ്ട് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് സാവധാനം അതിൻ്റെ NDTVയുടെ ഉടമാവകാശം മറ്റൊരു കോർപ്പറേറ്റിലേക്ക്, അദാനി ഗ്രൂപ്പിലേക്ക് കൈമാറ്റപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. സ്വതന്ത്രവും ശക്തവുമായിട്ടുള്ള ജനകീയ കാഴ്ചപ്പാട് നിലനിർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഇന്ത്യയിലെ സമീപകാല അനുഭവങ്ങൾ ഇതാണ്. മീഡിയ വണ്ണിൻ്റെ കേസ് നമുക്കറിയാം. മീഡിയ വൺ ചാനലിൻ്റെ ഒരർത്ഥത്തിൽ അതിൻ്റെ സംപ്രേഷണം തടസ്സപ്പെടുകയും, മീഡിയ വൺ മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസും, ഒരു ദിവസമാണ് ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും സംപ്രേഷണം തടസ്സപ്പെടുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം പുനരാരംഭിക്കാൻ കഴിഞ്ഞു. മീഡിയ വൺ പിന്നെയും ദീർഘകാലം അടഞ്ഞു കിടന്നു. പിന്നീട് സുപ്രീം കോടതിയാണ് അതൊരു വിധി ഉണ്ടാകുന്നത്. എന്താണ് നിങ്ങൾ അത് ട്രാൻസ്മിഷൻ തടയാൻ എടുത്ത ഒരു നിയമവും വാലിഡല്ല, കാര്യമായ പ്രസക്തമല്ല എന്ന് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതിയാണ് മീഡിയ വണ്ണിൻ്റെ രക്ഷയ്ക്കെത്തിയത്. ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ, സിദ്ദിഖാപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങളും ഏകദേശം ഇതുപോലെയാണ്. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, കേരളത്തിൽ പോലും ഉണ്ട് എന്നാണ് KUWJ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ ഒക്കെ പറയുന്നത്. അവർ അപലപിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ അനുഭവമുള്ള വിനോ വിജോൻ ഇവിടെയുണ്ട്. മിക്ക ചാനലുകളിലും ഇത്തരം അനുഭവമുള്ള മാധ്യമ പ്രവർത്തകർ നമുക്കുണ്ട്. ഇതെല്ലാം ആണ് ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്ന ഈ അന്തരീക്ഷത്തിലെ നമ്മളൊരു മാധ്യമ അവസ്ഥ. ഇതിനോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഡിഗ്നിറ്റിയും അതിൻ്റെ പ്രാധാന്യവും പൂർണ്ണമായും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികളുള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനത്തെ ടാർണിഷ് ചെയ്യുന്ന, എപ്പോഴും ഡിഗ്രേഡ് ചെയ്തുകൊണ്ടുന്ന, ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണതയും നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കൊച്ചു വാക്കുകളിലൊക്കെ നമ്മളവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലെ എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളും എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാം. ഈ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ 2024 ഈ ഇലക്ഷനിലേക്ക് കടന്നു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ കടന്നു വരികയാണ്. ഈ സമയത്തോടു കൂടി മാധ്യമങ്ങളുടെ പൂർണ്ണ ഡിജിറ്റൽ ടെക്നോളജി കടന്നു വരികയും എല്ലാ തരത്തിലുള്ള കണ്ടൻറ് നിർമ്മാണമാണെങ്കിലും കണ്ടൻറ്റിൻ്റെ ട്രാൻസ്മിഷൻ ആണെങ്കിലും എല്ലാം പൂർണ്ണമായിട്ടും ട്രാൻസാക്ഷണൽ ടെക്നോളജികൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടന്നു വരികയും എല്ലായിടത്തും AI പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മളിപ്പോൾ ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡിജിറ്റൽ മീഡിയയിലേക്ക് വലിയ രീതിയിൽ പരമ്പരാഗത മാധ്യമങ്ങളിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗ് കേബിൾ സെക്ടറിൽ തന്നെ അടുത്ത 4 വർഷം കൊണ്ട് 30% സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടും എന്നാണ് നമ്മളെ വിലയിരുത്തൽ. അത്രയും സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ കടന്നു പോകുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കാണ്. കണ്ടൻറ്റ് യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും പരസ്യ വരുമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആ ഷിഫ്റ്റും കൂടി സംഭവിക്കുമ്പം എങ്ങനെയാണ് ഈ ഒരു മാധ്യമ ലോകം സസ്റ്റെയിൻ ചെയ്യുക, പിടിച്ചു നിൽക്കുക, ഒരു ഫോർ ദ ഗുഡ്നെസ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് മാധ്യമ ലോകം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യം ഏറ്റവും എനിക്ക് തോന്നുന്ന NDTV പുറത്തിറങ്ങി പോകേണ്ടി വന്ന രവീഷ് കുമാർ NDTVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വന്നൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററി ഉണ്ട്, വൈൽ വി വാച്ച്ഡ് എന്നൊരു ഡോക്യുമെൻ്ററി. അത് ടൊറൻറ്റോ ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. വിനയ് ശുക്ല എന്നൊരു ചെറുപ്പക്കാരനാണ് സംവിധാനം ചെയ്തത്.
ആ ചിത്രത്തിൽ ഒരു രവീഷ് കുമാർ എപ്പോഴും ന്യൂസ് റൂമിൽ മാത്രം ഇരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് അല്ല, പുറത്ത് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരിക്കുന്നതിനെ പുറത്തിറങ്ങുകയും ജനങ്ങളോട് സംവദിക്കുകയും തെരുവിലേക്ക് ഇറങ്ങി റിപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുന്ന ഒരു റിപ്പോർട്ടർ. അദ്ദേഹം അതിലൊരു രംഗമുണ്ട്. ഒരാൾ ചോദിക്കും, നിങ്ങൾ ഇനി ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ വി വിൽ ഷൂട്ട് യു എന്നാണ് ഒരു ചെറുപ്പക്കാരൻ രവീഷ് കുമാറിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. രവീഷ് കുമാർ ആ സിനിമയിൽ അതിൽ അവതരിക്കുന്നുണ്ട്, വി ആർ മീഡിയ പ്രൊഫഷണൽസ് ഇൻ എക്സൈൽ. ടെലിവിഷനിൽ നിന്ന് പുറത്തു പോവുകയും യൂട്യൂബിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് രവീഷ് കുമാർ. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ, പക്ഷേ അദ്ദേഹം ജനപ്രിയനാണ്. കുറഞ്ഞ കാലം കൊണ്ട് 8.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട്. എൻ്റെ ടിവിയിൽ തന്നെ ഉണ്ടായിരുന്ന ബർക്കാദത്തും ആ വഴിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിലനിൽക്കാൻ പറ്റാതെ യൂട്യൂബിലേക്കോ ഡിജിറ്റൽ മീഡിയയിലേക്കോ മാറിപ്പോകുന്ന, അവിടെ മാധ്യമപ്രവർത്തനം ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട്, ജീവിത സബര്യ അതായതുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ ഒരു കാലം കൂടിയാണ് നമ്മുടേത്. ഇപ്പം എല്ലാവരും ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നാണ് യൂട്യൂബ് പറയുന്നത്. അടുത്ത ഏറ്റവും എൻ്റെ ഒരു അനുഭവം, നമ്മളൊരു പ്രധാനപ്പെട്ട ആൾ, ഒരു സുഹൃത്ത്, പരിചയക്കാരൻ മരിച്ചിട്ടില്ല. അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു എന്ന വാർത്ത ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരികയാണ്. അപ്പോൾ നമ്മളത് ആദ്യത്തെ മെസ്സേജ് ഇട്ട ഒരാളെ പിടിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്തത്, മരിക്കാത്ത ഒരാൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, അത് എനിക്ക് ആദ്യം ലോകത്തെ എല്ലാവരെയും അറിയിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് പോയതാണ് എന്നാണ് അവളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ എല്ലാവരും മാധ്യമപ്രവർത്തകരാവുകയും എല്ലാവരും സ്വയം ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പുറപ്പെടുന്ന ഒരു ലോകത്ത്, ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച സാർത്ഥകമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു സെമിനാറിന് ചെയ്യാവുന്നത് വെറും ആലോചനകളിലേക്ക് കൊണ്ടുപോവുക, ആലോചനകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കാൻ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനലിസ്റ്റുകളാണ്. ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഭാഗ്യമാണത്. ഈ രാജഗോപാലാണ് നമുക്ക് അടുത്തായിട്ട് സംസാരിക്കുന്നത്. തുടർന്ന് മലയാള മനോരമ ചാനലിൻ്റെ ഡയറക്ടർ ന്യൂസ് ജോണി ലൂക്കോസ് സാർ നമ്മളോട് സംസാരിക്കും. തുടർന്ന് വിനു വിജോൺ ഉണ്ട്. വിനു വിജോൺ സാധാരണ ഇത്തരം വേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാത്തതാണ്. വിനു വിജോൺ സംസാരിക്കുന്നു. നികേഷ് സംസാരിക്കുന്നു. ഡിജിറ്റൽ മീഡിയ എക്സ്പെർട്ട് ദാമോദര പ്രസാദ് സംസാരിക്കുന്നു. അവരൊക്കെ നമ്മൾ ഈ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്, അവർ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അടുത്ത ദാമോദർ പ്രസാദ് ആർ രാജഗോപാലിനെ സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. രാജഗോപാൽ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹം 30 വർഷമായിട്ട് ഇംഗ്ലീഷ് ജേർണലിസം ഒക്കെ ആയിട്ട് കൽക്കട്ടയിലെ ടെലിഗ്രാഫിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ ടുഡേയിലുണ്ടായിരുന്നു, എക്കണോമിക് ടൈംസിലുണ്ടായിരുന്നു, ഒരു സാമ്പത്തിക കാര്യലേഖകനാണ്. പക്ഷേ അദ്ദേഹം അതെല്ലാം കടന്ന് ഏറ്റവും ശക്തനായ ഒരു എഡിറ്ററായിട്ട് ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു പത്രാധിപരായിട്ട് മാറുകയും എല്ലാ പ്രശ്നങ്ങളുടെയും വിലക്കുകളുടെ ഇടയിൽ, എല്ലാ ചോദ്യചിഹ്നങ്ങളുടെയും ആക്രോശങ്ങൾക്ക് ഇടയിൽ പത്രപ്രവർത്തനത്തിന് പുതിയൊരു രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും, എക്സ്പെഷ്യലി ചെറുപ്പക്കാരോടൊക്കെ പുതിയ ജീവിതാവസ്ഥകളുടെ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രാധിപരാണ്. അദ്ദേഹത്തിൻ്റെ ടെലിഗ്രാഫിൻ്റെ തലക്കെട്ടുകളും ചിത്രങ്ങളും ഗ്രാഫിക്സുകളൊക്കെ ഇതിനാണ് ഒരുപക്ഷെ ഇന്ത്യൻ പത്രമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളാണ്. അത് പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം വളരെ ആർജവത്തോടെ ഇന്ത്യൻ അവസ്ഥയും ഇന്ത്യൻ മാധ്യമ സങ്കല്പങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും സമീപിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. സ്ഥിരമായിട്ട് കേരളത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള വിശകലനങ്ങളും അനുഭവങ്ങളും കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്.